Good morning all. Today we discuss about the entrepreneurial competencies, meaning, then types, then women entrepreneurs, etc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൺട്രപ്രിനറിയൽ ആരാണ്, അയാളുടെ ഓൺട്രപ്രിനർഷിപ്പ് എന്താണ്, ഉള്ള ക്വാളിറ്റീസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഇന്ന് നമ്മൾ ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ് എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ്? കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോമ്പിറ്റൻസി ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ വിച്ച് റിസൾട്ട് ഇൻ എഫക്റ്റീവ് പെർഫോമൻസ് ഇൻ എ ജോബ്. ഒരു ജോബിൽ അയാളുടെ പെർഫോമൻസിൽ എഫക്റ്റീവായിട്ട് ഉള്ള ഒരു സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ പേഴ്സൺ ആ ജോബ് ചെയ്യാൻ നല്ല രീതിയിൽ ആ ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Competency is a combination of knowledge, skills, and appropriate motives or traits that an individual must possess to perform a given task. ഒരു ടാസ്ക് ചെയ്യുന്നതിന്, അതായത് ഒരു ഇൻഡിവിജ്വല് ഒരു ടാസ്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ചേർന്നതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നോളജ്, സ്കിൽസ്, അപ്രോപ്രിയേറ്റ് മോട്ടീവ്സ് ഓർ ട്രൈറ്റ്സ് ഓർ ക്വാളിറ്റീസ്. ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? ഒരു പേഴ്സണ് അയാളുടെ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒക്കെ കൂടെ ഒരു കോമ്പിനേഷനാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് മീനിങ് ഓഫ് ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കോമ്പിറ്റൻസി എന്താണെന്നാണ് പറഞ്ഞത്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ അയാളുടെ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നോളജ്, സ്കിൽസ്, അപ്രോപ്രിയേറ്റ് മോട്ടീവ്സ്, ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ് എന്താണെന്ന് നോക്കാം. The competencies required by an entrepreneur for starting in business venture and carrying it on successfully are known as entrepreneurial competencies. ഒരു ബിസിനസ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ അയാൾക്ക് സക്സസ്ഫുള്ളി ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനും അത് നല്ല രീതിയിൽ കൊണ്ട് നടത്തുക, അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റ് എന്താണോ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഫീച്ചേഴ്സിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസി. അതായത് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആ ഓർഗനൈസേഷൻ ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ ആ ടൈമിൽ അത്രയുള്ള ടൈമിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഓൺട്രപ്രിനറിയർക്ക് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ചേർന്നതാണ് ഇത് ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ്. ഇനി ടൈപ്സ് ഓഫ് ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ്. ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒന്ന് പേഴ്സണൽ ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ് എന്നും രണ്ടാമത്തത് വെഞ്ചർ ഇനീഷ്യേഷൻ ആൻഡ് സക്സസ് കോമ്പിറ്റൻസീസ്. ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് പേഴ്സണൽ ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ്. പേഴ്സണൽ ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കേണ്ട പേഴ്സണലായിട്ടുള്ള അയാളുടെ സ്വയം പേഴ്സണലായിട്ടുണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏത് പറയുന്നത് പേഴ്സണൽ ഓൺട്രപ്രിനറിയൽ കോമ്പിറ്റൻസീസ്. അതിൽ ചില കാര്യങ്ങളാണ് പേഴ്സണലായിട്ടുണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മുൻകൈ എടുക്കുക, അതായത് ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും അതിൽ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുമ്പോൾ അതൊക്കെ ആ ടൈമിൽ അത് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേഷൻ അയാൾ എടുക്കുക, അത് തുടക്കം എടുക്കുക. ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീസ് ആർക്കുണ്ടായിരിക്കണം? ആ ഓൺട്രപ്രിനറിയർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പേഴ്സണൽ കോമ്പിറ്റൻസീസ് ആണ് ഒന്ന് ഇനീഷ്യേറ്റീവ്. അതിൽ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനോ അല്ലെങ്കിൽ അതിൽ എന്ത് കാര്യം നടക്കുമ്പോഴും അതിൽ എന്ത് ചെയ്തിരിക്കണം? അയാൾ ഒരു ഇനീഷ്യേഷൻ എടുത്തിരിക്കണം. ഇനി രണ്ടാമത്തത് എബിലിറ്റി ടു സീ ആൻഡ് ആക്ട് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. അയാൾ എന്തുണ്ടായിരിക്കും? നമ്മുടെ
ഓരോ ഓർഗനൈസേഷനിലും ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ആ ഓപ്പർച്യൂണിറ്റീസിന് എന്ത് ചെയ്യണം, അയാൾ എപ്പോഴും ആ ഓപ്പർച്യൂണിറ്റീസിനെ വാച്ച് ചെയ്തുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യാൻ അയാൾക്ക് കഴിയണം. ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിനനുസരിച്ച് അതിനുള്ള ആക്ഷനും കൂടി ആരെടുക്കണം, ആ ഓൺട്രപ്രന്യൂറിയൽ എടുക്കണം. അപ്പോൾ ആ ഒരു ക്വാളിറ്റീസും കൂടെ ആ ഓൺട്രപ്രന്യൂറിയൽക്ക് ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തത് പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺട്രപ്രന്യൂറിയർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസിയാണ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ കപ്പാസിറ്റി ഓർ സ്കിൽ ടു ടേക്ക് റിപ്പീറ്റഡ് ആൻഡ് ഡിഫറെൻറ്റ് ആക്ഷൻസ് ടു ഓവർകം ഒബ്സ്റ്റാക്കിൾസ്. ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, തടസ്സങ്ങൾ. ആ ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ആ വെഞ്ചറിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാനും അതിനെതിരെയുള്ള സൊല്യൂഷൻസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ സ്കില്ലിനെയാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓൺട്രപ്രന്യൂറിയർ ഇപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലും ഒരു എംപ്ലോയീസിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ഒരു ആക്ഷൻ ആരെടുത്തിരിക്കണം, ആ ഓൺട്രപ്രന്യൂറിയർ എടുത്തിരിക്കണം. അപ്പോൾ ഓൺട്രപ്രന്യൂറിയറിന് ഉണ്ടായിരിക്കേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോമ്പിറ്റൻസീസ് ആണ് ഇത് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നാലാമത്തത് ഇൻഫർമേഷൻ സീക്കിംഗ്. ഇൻഫർമേഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രന്യൂറിയർ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, അയാളെ ഐസും അല്ലെങ്കിൽ അയാളെ ഇയറും എന്തായിരിക്കണം, എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. അയാൾക്ക് എവിടെ നിന്നോ എന്തൊക്കെ ഐഡിയാസാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അയാൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് അയാൾ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അയാളെ ഗോള് റിയലൈസ് ചെയ്യാനുള്ള ഒരു രീതിയിൽ അയാൾ എന്ത് ചെയ്യണം, ആ ഇൻഫർമേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഐഡിയാസിനെ അയാൾ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. പിന്നെ അയാൾ എക്സ്പേർട്ട് ഉണ്ടായിരിക്കും, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിയാവുന്ന ഒരു എക്സ്പേർട്ട് ഉണ്ടായിരിക്കും. ആ എക്സ്പേർട്ടിനെ അയാൾ എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്യണം. അയാളിൽ നിന്നുള്ള അഡ്വൈസും അയാളിൽ നിന്നുള്ള ഇൻഫർമേഷൻസൊക്കെ എന്ത് ചെയ്യണം, ഈ ഓൺട്രപ്രന്യൂറിയർ കളക്ട് ചെയ്തിരിക്കണം. അങ്ങനെയും കൂടെയുള്ള ഒരു കോമ്പിറ്റൻസി ആർക്ക് ഉണ്ടായിരിക്കണം, ഒരു ഓൺട്രപ്രന്യൂറിയർക്ക് ഉണ്ടായിരിക്കണം. ദെൻ കൺസേൺ ഫോർ ഹൈ ക്വാളിറ്റി വർക്ക്. ഈ ഓൺട്രപ്രന്യൂറിയർ എന്തായിരിക്കണം, എപ്പോഴും ഹൈ ക്വാളിറ്റി വർക്കിൽ എന്ത് ചെയ്തിരിക്കണം, കൺസേൺ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഹൈ ക്വാളിറ്റി വർക്ക്, കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വർക്ക് എന്ത് ചെയ്തിരിക്കണം, അവർ ചെയ്തിരിക്കണം. അപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓർഗനൈസേഷനെ മറ്റ് പേഴ്സൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഹൈ ക്വാളിറ്റി, അവരത് എന്ത് ചെയ്തിരിക്കണം, ഹൈ ക്വാളിറ്റി വർക്കായിരിക്കണം. ഇനി ആറാമത് കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക്. ഈ ഓൺട്രപ്രന്യൂറിയൽ എന്തായിരിക്കണം, വർക്കിനോട് കമ്മിറ്റഡ് ആയിരിക്കണം. അയാൾ വർക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള പേഴ്സൺ ആയിരിക്കണം. ആര്, ഓൺട്രപ്രന്യൂറിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മറ്റുള്ള എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള എന്ത് അയാൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസും എന്ത് അയാളുടെ ഇതാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, അയാൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അയാളുടെ വർക്ക്, അയാളുടെ മെയിൻ മോട്ടീവ് എന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്തുക എന്നുള്ളതാണ് അയാളുടെ മെയിൻ മോട്ടീവ്. അപ്പോൾ ആ മോട്ടീവിലോട്ട് എത്തുവാൻ വേണ്ടിയിട്ട് അയാളുടെ എല്ലാ ഇതും എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കണം ആര്, ഈ ഓൺട്രപ്രന്യൂറിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ അയാൾ മറ്റേ ഫാമിലി ലൈഫ് അവരെ കാര്യങ്ങൾ നോക്കും, പിന്നെ ഇതും നോക്കും, അങ്ങനെ രണ്ടും കൂടെ അയാൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ഫാമിലിനെ സാക്രിഫൈസ് ചെയ്യണം. അയാളുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ആ ഓർഗനൈസേഷനകത്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. അപ്പോൾ അയാളുടെ ഉണ്ടായിരിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അയാളുടെ വർക്കിൽ എന്തായിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. പിന്നെ അയാൾ ആ ഓർഗനൈസേഷൻ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്തിട്ട് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും അയാൾ എന്ത് ചെയ്തിരിക്കണം, ഏറ്റെടുത്തിരിക്കണം. ദെൻ കമ്മിറ്റ്മെൻറ്റ് ടു എഫിഷ്യൻസിയിൽ എന്തായിരിക്കണം, അയാൾ കമ്മിറ്റ്മെൻറ്റ്
എഫിഷ്യൻസിയിൽ അയാൾ കമ്മിറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണം. എങ്ങനെ? വിത്ത് മിനിമം കോസ്റ്റ് ഉപയോഗിച്ചിട്ട് മാക്സിമം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് അയാൾ എന്ത് ചെയ്യണം? അറ്റൈൻ ചെയ്തിരിക്കണം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ട്രൈ ന്യൂ മെത്തേഡ്സ് എയിംഡ് അറ്റ് മേക്കിംഗ് വർക്ക് ഈസിയർ, സിംപ്ലർ, ബെറ്റർ ആൻഡ് എക്കണോമിക്കലി ബെറ്ററും സിംപ്ലറും ഈസിയറും ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അയാൾ പുതിയ മെത്തേഡ്സ് അയാൾ അഡോപ്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഓൾറെഡി പഴയ എക്സിസ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സിൽ തന്നെയാണ് അയാൾ മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്തിരിക്കണില്ല? മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള കോസ്റ്റ് കുറച്ചിട്ടുള്ള മെത്തേഡ്സും ടെക്നിക്സും എന്ത് ചെയ്യണം? അയാൾ അഡോപ്റ്റ് ചെയ്യണം. ദെൻ എട്ടാമത്തത് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. ഒരു ഓൺട്രപ്രന്യൂർ ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിൽ ഒന്നാണ് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. അയാളുടെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്തുന്നത് വരെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആർക്ക് ഉണ്ടായിരിക്കണം? ആ ഒരു ഓൺട്രപ്രന്യൂറിയർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സും അയാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അയാൾ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തിരിക്കണം? ഒരു പ്ലാന് ആദ്യം അയാൾ തയ്യാറാക്കിയിരിക്കണം. അതാണ് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. ദെൻ പ്രോബ്ലം സോൾവിങ്. അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോമ്പിറ്റൻസീസ് ആണ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി. ആ ഓർഗനൈസേഷനിൽ എന്ത് പ്രോബ്ലം നടക്കുന്നോ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അതിനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കാപ്പബിലിറ്റി ആർക്കുണ്ടായിരിക്കണം? ഓൺട്രപ്രന്യൂറിയർക്ക് ഉണ്ടായിരിക്കണം. ദെൻ അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓൺട്രപ്രന്യൂറിയർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ അത് ഡയറക്റ്റായിട്ട് അയാൾ പറയാനുള്ള ഒരു ഇത് അയാൾക്ക് ഉണ്ടായിരിക്കണം, ഒരു കപ്പബിലിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും അത് അയാൾ തന്നെ സോൾവ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിലോട്ട് അത് എത്താതെ അയാൾ തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. They assert own competence, reliability or other personal or company's qualities. അയാളുടെ കോമ്പിറ്റൻസീസ് അല്ലെങ്കിൽ അയാളുടെ എഫിഷ്യൻസി അയാളുടെ സ്കില്ലിൽ എന്ത് ചെയ്യണം? അയാൾ വിശ്വസിക്കണം. എന്നിട്ട് വിശ്വസിച്ചതിന് ശേഷം അയാളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യണം. അയാൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിനും സർവീസസിനും അയാൾ എന്ത് ചെയ്തിരിക്കണം? വിശ്വസ്തനായിരിക്കണം. അയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ എന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്തിട്ട് അത് ശരിയാക്കിയെടുക്കണം. അതാണ് പറഞ്ഞത് അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഓൺട്രപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസീസ്. രണ്ടാമത്തെ ടൈപ്പാണ് പറയുന്നത് ഓൺട്രപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസി. അതിൽ രണ്ടാമത്തേൽ പറഞ്ഞതാ വെഞ്ചർ ഇനീഷ്യേഷൻ സക്സസ് കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഓൺട്രപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസീസ്. അതിൽ പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ബിസിനസ്. അയാൾക്ക് ആ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണ്, ആ ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്താണ് ആ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം? ആ ഓൺട്രപ്രന്യൂറിയർക്ക് അതിനെക്കുറിച്ചിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ദെൻ ടു ഡെവലപ്പ് ബിസിനസ് പ്ലാൻ. അയാൾ ആ ബിസിനസ്സിൻ്റെ ആ ഓർഗനൈസേഷനകത്തുള്ള ഓരോ പ്ലാൻസും അയാൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. മൂന്നാമത് ടു ഒബ്റ്റെയിൻ ടെക്നിക്കൽ അസിസ്റ്റൻസ്. അയാൾക്ക് ആ ഒരു ഓർഗനൈസേഷൻ ആ പ്രൊഡക്ഷൻ നടത്താൻ വല്ല ടെക്നിക്കൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ അത് ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ ടു ചൂസ് ദ ടൈപ്പ് ഓഫ് ബിസിനസ്. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് അയാൾ ചൂസ് ചെയ്യുന്നത്,
എന്നും കൂടി അയാൾ തീരുമാനിച്ചിരിക്കണം. മറ്റേ മാനുഫാക്ചറിങ് ബിസിനസ്സാണോ, പ്രൊഡക്ഷൻ ബിസിനസ്സാണോ, സർവീസ് ആണോ, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് അയാൾ ചൂസ് ചെയ്യുന്നത് അതും കൂടെ അയാൾ ഡിസൈഡ് ചെയ്തിരിക്കണം. ദെൻ ടു പ്ലാൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്താം, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ, സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അഡ്വർടൈസ്മെൻറ്റ്, ഈ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, അയാൾ പ്ലാൻ ചെയ്തിരിക്കണം. ദെൻ ലൊക്കേറ്റ് ദ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഡിസൈഡ് ചെയ്തിരിക്കണം. അതായത് ഏതൊരു സ്ഥലത്താണ് ബിസിനസ് തുടങ്ങേണ്ടത്, അവിടെ ആ ബിസിനസ് തുടങ്ങാനുള്ള സ്കോപ്പ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടോ, വാട്ടർ ഫെസിലിറ്റി ഉണ്ടോ, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, അയാൾ ഉറപ്പ് വരുത്തണം. അത്രയും കോമ്പിറ്റൻസി അയാൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ടു ഫിനാൻസ് ദ ബിസിനസ്സിന് എങ്ങനെ ഹൗ ടു ഫൈൻഡ് ഫിനാൻസ്, എങ്ങനെ നമുക്ക് ആ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡേ ടു ഡേ ആവശ്യത്തിനൊക്കെയുള്ള ഫിനാൻസ് എങ്ങനെ കണ്ടെത്തണം, അത് എങ്ങനെ കണ്ടെത്തുക എന്നുള്ള ഒരു കോമ്പിറ്റൻസിയും കൂടെ അയാൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ടു കമ്പൽ വിത്ത് ഗവൺമെൻറ്റുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അയാൾ നല്ലൊരു റിലേഷൻഷിപ്പ്, ഗവൺമെൻറ്റുമായിട്ടല്ല ഈവൻ ദോ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് എല്ലാവരുമായിട്ടും എന്ത് ചെയ്യണം, ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അയാൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യുക. ദെൻ അവർക്ക് ടാക്സ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈമിൽ ടാക്സ് കൊടുക്കുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അയാൾ ചൂസ് ചെയ്യാം. ദെൻ റെഗുലേഷൻ എന്ത് ചെയ്യുക, ആ ഓർഗനൈസേഷനെ അയാൾ റെഗുലേറ്റ് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ ഓൺടർപ്രൈസ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസീസ്, ഓൺടർപ്രൈസ് മാനേജ് നേരത്തെ പറഞ്ഞ ഓൺടർപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസി, ഒരു ഓൺടർപ്രൈസ് ലോഞ്ച് ചെയ്യുമ്പോൾ അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട കോമ്പിറ്റൻസീസ്, നേച്ചർ ഓഫ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ബിസിനസ് ഡെവലപ്പ് പ്ലാൻ ചെയ്യുക, ദെൻ ഒബ്റ്റെയിൻ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ടൈപ്പ് ഓഫ് ബിസിനസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ലൊക്കേഷൻ, ഫിനാൻസ്, ഗവൺമെൻറ് റെഗുലേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ലോഞ്ച് കോമ്പിറ്റൻസീസിൽ വരുന്നത്. ദെൻ അടുത്തത് ഓൺടർപ്രൈസ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസീസ്, മാനേജ്മെൻറ്റ് രീതിയിൽ ഉണ്ടായിരിക്കേണ്ട കോമ്പിറ്റൻസീസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്നാമത് ടു മാനേജ് ദ ബിസിനസ്, എന്ത് ചെയ്യണം, ബിസിനസ് മാനേജ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു കാപ്പബിലിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം, ഓൺടർപ്രിനറിയർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സസ്, ആ ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസിനെ, ഈ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാനും അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ദെൻ ടു പ്രൊമോട്ട് പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. ദെൻ ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്, നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ട്രയൽ ബാലൻസ്, P&L അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള ഓരോ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ആ റെക്കോർഡ്സൊക്കെ എന്ത് ചെയ്യണം, അയാൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ടു മാനേജ് ദ ഫിനാൻസ് മാനേജ് ചെയ്യണം, ഫിനാൻസ് ഉണ്ട്, ക്യാപിറ്റലിനെ അയാൾ എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം ആ ഫിനാൻസ്. ദെൻ ടു മാനേജ് കസ്റ്റമറുടെ ക്രെഡിറ്റ്, ഇപ്പോൾ ഇഫ് സപ്പോസ് എ കസ്റ്റമർ ബൈ എ പ്രോഡക്റ്റ് ഓൺ എ ക്രെഡിറ്റ് ബേസിസിലാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം, ആ ക്രെഡിറ്റിനെ നല്ല രീതിയിൽ അയാൾ ഇന്ന സമയത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അയാൾ മാനേജ് ചെയ്യണം കസ്റ്റമർ ക്രെഡിറ്റ്. ദെൻ ടു പ്രൊട്ടക്റ്റ് ദ ബിസിനസ്സിനെ വല്ല പ്രോബ്ലംസും വല്ല ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. എക്കണോമിക്കലായിട്ടും അല്ലെങ്കിൽ നാച്ചുറലായിട്ടും അല്ലെങ്കിൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ എർത്ത് കേക്സ് അങ്ങനത്തെയുള്ള ഫ്ലഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ, എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ആ ബിസിനസ് ഓർഗനൈസേഷനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദീസ് ആർ ദ ഓൺടർപ്രൈസ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസീസ്. ഓൺടർപ്രൈസിന് ഉണ്ടായിരിക്കേണ്ട കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു പേഴ്സൺ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ബിസിനസ് ക്യാരി ചെയ്യുമ്പോഴും അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ചേർന്നതാണ് അതിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺടർപ്രിനറിയൽ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ഓൺടർപ്രിനറിയസ് കോമ്പിറ്റൻസീസ് ഉണ്ട്. ഒന്നാമത്തത് പേഴ്സണൽ ഓൺടർപ്രിനറിയൽ കോമ്പിറ്റൻസീസും രണ്ടാമത്തത് വെഞ്ചർ ഇനീഷ്യേഷൻ ആൻഡ് സക്സസ് കോമ്പിറ്റൻസീസും. നെക്സ്റ്റ് വുമൺ ഓൺടർപ്രിനർഷിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് ഓൺടർപ്രിനർഷിപ്പ് എന്താണെന്നാണ്.
അതിലൊരു ഒരു ഒരു ടേമാണ് വുമൺ ഓൺട്രപ്രിനർഷിപ്പ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് വുമൺ ഓൺട്രപ്രിനർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വുമൺ ഓൺട്രപ്രിനറിയർ മേ ബി ഡിഫൈൻഡ് ആസ് എ വുമൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വുമൺ. വുമൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വുമൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൺ ആയിരിക്കാം. ഹു ഇനീഷ്യേറ്റീവ്, ഓർഗനൈസ് ആൻഡ് ഓപ്പറേറ്റ് എ ബിസിനസ് ഓൺട്രപ്രൈസ്. ഒരു വുമൺ ആയിരിക്കാം, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് വുമൺ കൂടി ചേർന്നതാണ് ഇത് വുമൺ ഓൺട്രപ്രിനർഷിപ്പ്. അവരെന്ത് ചെയ്യും? അവരത് തുടങ്ങാനുള്ള ഇനീഷ്യേഷൻ എടുക്കും. ആ ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്യും. ആൻഡ് ബിസിനസ് എന്ത് ചെയ്യും? ഓർഗനൈസേഷനകത്ത് ഓപ്പറേറ്റ് ചെയ്യും. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും? ഓർഗനൈസിങ്, പ്ലാനിങ്, പിന്നെ മാനേജിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്ന ഒരു വുമണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമണോ കൂടി ചേർന്നതാണ് ഇത് വുമൺ ഓൺട്രപ്രിനർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്നത് വുമൺ ഓൺട്രപ്രിനർഷിപ്പിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ വുമൺ ഓൺട്രപ്രിനർഷിപ്പ് ഈസ് ആൻ ഓൺട്രപ്രൈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ വുമൺ ഹാവിംഗ് എ മിനിമം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് 51% ഓഫ് ദ ക്യാപിറ്റൽ and giving at least 51% of the employment generated in the enterprise to women. വുമൺ ഓൺട്രപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഷെയറിൽ 51%, 100% ഷെയർ ആയിരിക്കും. അതിൽ 51% ഓർ മോർ ദാൻ 51% ഷെയർ ആരുടെ കയ്യിലായിരിക്കും? വുമൺ ഓൺട്രപ്രൈസിൻ്റെ അല്ലെങ്കിൽ വുമൺ ഓൺട്രപ്രിനേഴ്സിൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെ പറയുന്ന പേരാണിത് വുമൺ ഓൺട്രപ്രിനേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് വുമൺ ഓൺട്രപ്രിനർഷിപ്പ്. അതിൽ ഗിവിങ് അറ്റ്ലീസ്റ്റ് 51% ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റഡ് ഇൻ ദ ഓൺട്രപ്രൈസ് ടു വുമൺ. അതിൽ കൂടുതൽ ആൾക്കാരും ആ ഓർഗനൈസേഷൻ വുമൺ ഓൺട്രപ്രിനർഷിപ്പിൽ 51% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരും എന്തായിരിക്കും? വുമൺ ആയിരിക്കും. അതാണ് വുമൺ ഓൺട്രപ്രിനർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ പ്രോബ്ലംസ് ഓഫ് വുമൺ ഓൺട്രപ്രിനേഴ്സ്. അതായത് വുമൺ ഓൺട്രപ്രിനേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ചില പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വുമൺ ഓൺട്രപ്രിനേഴ്സ് ഒരു സൊസൈറ്റിയിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ വുമണും എന്താ ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് അങ്ങനെ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് തുടങ്ങാൻ ഒരു താല്പര്യമില്ല. വുമൺ ഓൺട്രപ്രിനേഴ്സിന് ഒരു ഇനീഷ്യേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് വല്ല സപ്പോർട്ടോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റുള്ള സൊസൈറ്റിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ വുമൺ ഓൺട്രപ്രിനേഴ്സിന് എന്ത് ചെയ്യും? അവരെ എൻകറേജ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ ചില പ്രോബ്ലംസ് അവർ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുക? അപ്പം ഡിസ്കറേജ് ചെയ്യണം. അവർ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ചില പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ? ഫിനാൻസിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരിക്കും. അവർക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തണം, എങ്ങനെയൊക്കെ ഫണ്ട് കിട്ടുക, അങ്ങനത്തെ ഉള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ഈ വുമൺ ഓൺട്രപ്രിനേഴ്സിന്. അപ്പോൾ അവർക്ക് ഫിനാൻസിൻ്റെ ഷോർട്ടേജ് വരാം. അത് കാരണം എന്ത് ചെയ്യാം? അവർ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാം. ദെൻ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഷോർട്ടേജ്. റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യണോ അതോ റോ മെറ്റീരിയൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഉപയോഗിക്കണോ? റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീസ്, അതിൻ്റെ പ്രൈസ്, ലോവസ്റ്റ് പ്രൈസിൽ എങ്ങനെ റോ മെറ്റീരിയൽ വാങ്ങിക്കാം, ഇത്രയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഓർഗനൈസേഷൻ തുടങ്ങാൻ അവർ പിന്തിരിഞ്ഞ് നിൽക്കും. ദെൻ ഇന്നാഡിക്വേറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്. അവർക്ക് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്താൻ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കും? അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ അതിനുള്ളൊരു ഫെസിലിറ്റി ആർക്കും ഉണ്ടായിരിക്കില്ല, വുമൺസിന് ഉണ്ടായിരിക്കില്ല. ദെൻ കോമ്പറ്റീഷൻസ്. മറ്റുള്ള ഒരു ഓർഗനൈസേഷനൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടുവന്നത് മെൻ ആയിരിക്കാം. ആ മെൻ അപ്പം ജെൻസ് ആയിരിക്കാം. ആ ജെൻസുമായിട്ട് ഈ വുമൺ കോമ്പറ്റീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കാപ്പബിലിറ്റി ആർക്കും ഉണ്ടായിരിക്കില്ല, വുമൺ ഓൺട്രപ്രിനേഴ്സിന് ഉണ്ടായിരിക്കില്ല. ദെൻ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തുണ്ടായിരിക്കും? ഹൈ കോസ്റ്റ് ഉണ്ടായിരിക്കും. അവർക്കൊരു മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ളൊരു കാപ്പബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാം? ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ അവരെന്ത് ചെയ്യുക? അതിൽ നിന്ന് പിന്തിരിയാം.
ദെൻ ലോ മൊബിലിറ്റി. ലോ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ മൊബിലിറ്റിയിൽ പറയുന്നത് ചില പേഴ്സൺസ് അല്ലെങ്കിൽ ചില വുമൻസ് എന്തുണ്ടായിരിക്കും, ഒരു പ്ലേസിൽ നിന്ന് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോവേണ്ടി വരും. റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ലൈസൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോവേണ്ടി വരും, ട്രാവൽ ചെയ്യേണ്ടി വരും. പക്ഷേ വുമൻസ് എന്തായിരിക്കും, ദേ ഹാവ് ദ ഇന്നബിലിറ്റി ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അവർക്ക് എന്തുണ്ടായിരിക്കില്ല, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യാൻ, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് മറ്റൊരു പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇന്നബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. വുമൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അങ്ങനെ പോകാൻ പറ്റില്ല. അവർ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവരുടെ ബിസിനസ്സിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പോൾ അവർക്കൊരു ബിസിനസ് ലൈസൻസിങ് അതോറിറ്റീസ്, ചില കേസിൽ ചില ലൈസൻസിങ് അതോറിറ്റീസ് അല്ലെങ്കിൽ ലേബർ ഓഫീഷ്യൽസ് അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് ഓഫീഷ്യൽസ് ഒക്കെ എന്ത് ചെയ്യാം, അവരെ ഹരാസ് ചെയ്യാം, അവരെ എന്ത് ചെയ്യാം, പീഡിപ്പിക്കാം. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഈ ടൈമിൽ കിട്ടൂല, അതെന്ത് ചെയ്യാം, അത് ഇനി പോയിട്ട് പിന്നെ വരൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാം, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും അവരെ. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ഹരാസ് ചെയ്യും. അവരെ ഹരാസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും, അവർക്ക് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, അവിടെ ഡ്രോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ പിന്നെ തുടങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരവിടെ ഡ്രോപ്പ് ചെയ്യും. അതാണ് ലോ മൊബിലിറ്റി. ഈ ഒരു പ്രോബ്ലം ആര് ഫേസ് ചെയ്യുന്നുണ്ട്, വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ എബൌട്ട് 60% ഓഫ് വുമൺ ആർ സ്റ്റിൽ ഇല്ലിറ്ററേറ്റ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു 60% ആൾക്കാരും എന്താണ്, ഇല്ലിറ്ററേറ്റ് ആണ്, സാക്ഷരത ഇല്ലാത്ത സാക്ഷരത ഇല്ലാത്ത വുമൻസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഒരു മെൻ ഡൊമിനേറ്റ് ചെയ്യുന്ന, അതായത് ഒരു പുരുഷൻ ഡൊമിനേറ്റ് ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സ്ത്രീകളെ വിദ്യാഭ്യാസം കിട്ടാനുള്ള ഒരു ഇത് എന്ത് ചെയ്യും, അവരെ ഡിസ്കറേജ് ചെയ്യും. അവർക്ക് അങ്ങനെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കും അവരെന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അവർ ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ലൈബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചാൽ അവർക്ക് അതിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. പക്ഷേ മെന്നിനാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഭാവിയിൽ അവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷേ വുമണിനാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈബിലിറ്റിയിലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ള ആൾക്കാരാണ് എന്ത് ചെയ്യും, മിക്കവാറും ആൾക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യില്ല, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടില്ല, അവർ എഡ്യൂക്കേഷനോട്ട് പറഞ്ഞയക്കൂല. അവർക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ ബിസിനസ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ബിസിനസ് നോളജ് ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഈ ലാക്ക് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അതിൽ നിന്നും എന്ത് ചെയ്യും, അവരെ പിന്തിരിപ്പിക്കും.
അവർക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ നോളജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരതിൽ നിന്നും പിന്തിരിപ്പിക്കും. ദെൻ ലോ കപ്പാസിറ്റി ടു ബിയർ റിസ്ക്. നമ്മുടെ ഇപ്പോൾ വുമൺ ആയിരുന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, റിസ്ക് ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. കാരണം അവർ കൂടുതൽ റിസ്ക്കും റെസ്പോൺസിബിലിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, വുമണ് ഏറ്റെടുക്കില്ല. അതിൽ മെന്നാണെങ്കിൽ ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും അവരെന്ത് ചെയ്യും, ഏറ്റെടുത്താലും ആ റിസ്ക് ഏറ്റെടുത്താലും അവരെന്തായിരിക്കും, അവർക്കൊരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വുമൺ എന്ത് ചെയ്തിരിക്കും, റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് എന്താ, കുറവാണ്. ഇതാണ് ലോ കപ്പാസിറ്റി ടു ബിയർ റിസ്ക്. ദെൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്. വുമൺ ഓൺട്രപ്രണേഴ്സ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെ ആ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ മെൻ ഡോമിനേറ്റഡ് സൊസൈറ്റി ആയാൽ പോലും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, വുമണിനും മെന്നിനും ഈക്വൽ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, സൊസൈറ്റി കൊടുക്കുന്നില്ല. സൊസൈറ്റി എപ്പോഴും മെന്നിനെ ഒരു മുൻതൂക്കം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, അവർ നോക്കുക. അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ഡിസ്ക്രിമിനേഷൻ, ഈ വുമണിനും മെന്നിനും ഉള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആര് ഫേസ് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ പുരുഷ മേധാവിത്വം, പുരുഷന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മേധാവിത്വം അവർ കൊടുക്കുക. സ്ത്രീകളെ എപ്പോഴും എന്ത് ചെയ്യുക, താഴ്ത്തി കെട്ടിങ്ങാണ്ടാണ്. അപ്പോൾ അവർ ഒരുപാട് പ്രോബ്ലംസും ഡിസ്ക്രിമിനേഷനൊക്കെ ആര് ഫേസ് ചെയ്യുന്നുണ്ട്, വുമന് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, ആ വീടിനുള്ളിൽ ജീവിക്കുക, പുറത്തോട്ടൊന്നും ഇറങ്ങാതെ അവർ ആ ഒരു വീടിനുള്ളിൽ അവരുടെ ഭർത്താവിനെ, അവരുടെ കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെ നോക്കി ആ ഒരു വീടിനുള്ളിൽ കഴിയുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമുക്ക് സൊസൈറ്റി തന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ സ്ത്രീകൾ വന്നതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് വന്നതുകൊണ്ട്, ഓൺട്രപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യും, അവരെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന് അവരെന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക. ആ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, റിജിഡായിട്ടുള്ള ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് അവരെന്ത് ചെയ്യും, ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറിയൽ ആക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്. ദെൻ ലോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഒരു വുമൺ ഓൺട്രപ്രണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരു ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് എന്ത് ചെയ്യുക, അവർക്കൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അച്ചീവിലെത്തണം, അല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു അച്ചീവ്മെൻറ്റ് ആർക്കില്ല, വുമണിന് ഇല്ല. വുമൺ എന്ത് ചെയ്തിരിക്കും, അവരുടെ മാരേജിന് മുമ്പ് അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ പാരൻസിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പാരൻസ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ പാരൻസ് എന്താണോ കൊടുക്കുന്നത് അതിലെന്ത് ചെയ്തിരിക്കും, അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആഫ്റ്റർ മാരേജ്, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഹസ്ബൻഡിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഹസ്ബൻഡിനെ ആശ്രയിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, ജീവിക്കുക.
അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഓൾഡ് ഏജ് ആയാലും നമ്മുടെ മക്കളിലായിരിക്കും അവർ സ്ത്രീകൾ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക, മക്കളിൽ ആശ്രയിച്ചിട്ടായിരിക്കും അവർ ജീവിക്കുക. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടക്കുക. ആദ്യം മാതാപിതാക്കൾ ഡിപ്പെൻഡ് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഡിപ്പെൻഡ് ചെയ്യും, ഹസ്ബൻഡ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് എന്ത് ചെയ്യുന്നത് അത് കടന്നു പോകുന്നുണ്ട്. അവരുടെ സ്വയം അവരെങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ള അവർ എന്തെന്നില്ല, അങ്ങനെ അവർ നോക്കുന്നില്ല. അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഇല്ല. ദെൻ ലാക്ക് ഓഫ് ട്രെയിനിങ്. വുമൺ ഓൺടർപ്രണേഴ്സിന് എന്തുണ്ടായിരിക്കാം, ലാക്ക് ഓഫ് ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തും അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് എന്ത് ചെയ്തിരിക്കും, നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടും. പക്ഷെ മെന്നിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് അങ്ങനെ പോകാനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ വുമൺ ആണെങ്കിൽ സെർട്ടൻ പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പോവാനും ട്രെയിനിങ് നേടാനുള്ള ചില പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കുറവായിരിക്കും. ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ഒന്ന് പുറകേക്കായിരിക്കും. റൂറൽ വുമണ്, സിറ്റീസിലെ വുമൻ ആണെങ്കിൽ പിന്നെയും ട്രെയിനിങ് കിട്ടിയിരിക്കും. പക്ഷേ റൂറലിലുള്ള വുമൻസിന് എന്തിരിക്കും, ട്രെയിനിങ് അവർക്ക് തീരെ കിട്ടിയിട്ടുണ്ടാവില്ല. ദെയർഫോർ ഹെർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഈസ് എ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ബിസിനസ് ട്രെയിനിങ്. ബിസിനസ് ട്രെയിനിങ് റൂറൽ പീപ്പിൾസിന് അവർക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രോഗ്രാംസും അങ്ങനത്തെ ഒക്കെ കിട്ടാൻ അവർക്ക് എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടാണ്. ലാക്ക് ഓഫ് ട്രെയിനിങ്. ദെൻ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. Women entrepreneurs sometimes are not aware of technological developments and other information on subsidies and concession available to them. Women entrepreneurs updated ആയിരിക്കില്ല. അവരെന്ത് ചെയ്തിരിക്കും, അവർക്ക് ടെക്നോളജിക്കലായിട്ട് എന്തെങ്കിലും പുതുതായി ഇത് വന്നിട്ടുണ്ടോ, ഗവൺമെൻറ് എന്തെങ്കിലും സബ്സിഡീസ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെഷൻസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ, ഈ ഒരു വക കാര്യങ്ങളിലൊന്നും എന്തായിരിക്കും അവർ അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാം, പക്ഷെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും they have may not know how to get loan, industrial estate, raw material, എങ്ങനെ ലോൺ കിട്ടും, എങ്ങനെ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും, എന്തൊക്കെ സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. ഇതുകൊണ്ട് എന്ത് ചെയ്യാം, വുമൺ ഓൺടർപ്രണേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്നും എന്ത് ചെയ്യാം, അവർ ഒന്ന് ബാക്കിലേക്ക് നിൽക്കാം. അവരെ പ്രിവെൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാതെ അവരെന്ത് ചെയ്യും, അത് ഡ്രോപ്പ് ചെയ്തു. ഇതാണ് പ്രോബ്ലംസ് ഓഫ് വുമൺ ഓൺടർപ്രണേഴ്സ്. ഇത്രയും പ്രോബ്ലംസ് ആര് ഫേസ് ചെയ്യുന്നുണ്ട്, വുമൺസ് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ, ഇനാഡ്യൂക്കേറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ മാൻ ആയിരിക്കും ചെയ്യുക. ഈ മിഡിൽ മാൻ അവരെന്ത് ചെയ്യും, വുമൺസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഹൈ പ്രൈസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലായാലും ഹൈ പ്രൈസൊക്കെ ചാർജ് ചെയ്തിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. Then competition, high cost of production, family responsibility, low mobility, lack of education, low capacity to bear risk, social attitude, low of need for achievement, lack of training, lack of motivation. These are the problems faced by the women entrepreneurs for starting a new venture. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രയാണ് പറഞ്ഞത്. എന്താണ് കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു, പിന്നെ വുമൺ ഓൺടർപ്രണേഴ്സ് എന്താണെന്നും അത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു.